ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലെയർ ചപ്പാത്തി ഉണ്ടാക്കിയാലോ, വെറൈറ്റി ആയിട്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി ചൂടുവെള്ളത്തിൽ നന്നായി പൊടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം പാകത്തിന് കുഴച്ചെടുക്കണം. കൂടുതൽ ആദ്യം തന്നെ ഒഴിക്കരുത്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ നനച്ച് കുഴയ്ക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം ഒരു 10 മിനിറ്റ്. എന്നിട്ട് വേണം നമ്മൾക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ആദ്യം ചെറിയ റൗണ്ടിൽ പരത്തി അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ചെറിയ ടീസ്പൂണിലെടുത്തിട്ട് വീണ്ടും നടുമടക്കി അതിൽ വീണ്ടും നെയ്യ് തടവി കൊടുക്കുക. പിന്നെ വീണ്ടും മടക്കണം. അങ്ങനെ 3 മടക്കാണ് മടക്കുന്നത്. എങ്കിലാണ് ലെയറായിട്ട് കിട്ടുള്ളൂ നമുക്ക് ചപ്പാത്തി. എന്നിട്ട് നന്നായി നീട്ടി പരത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ലെയറാക്കിയിട്ട് നമ്മൾ അതിൽ എണ്ണ തടവി കൊടുത്താലാണ് നമുക്ക് ആ ഫോൾഡിങ് കിട്ടുള്ളൂ. ആദ്യം റൗണ്ടിൽ ചെറുതായിട്ട് പരത്തി, പിന്നെ അതിൽ നെയ്യ് പരത്തി, വീണ്ടും പരത്തി, അങ്ങനെ 3 ഫോൾഡറാക്കി പരത്തിയിട്ട് വേണം പരത്താൻ. എന്നിട്ട് നമ്മൾ അങ്ങനെ എല്ലാം പരത്തി വെച്ചു. എന്നിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ചപ്പാത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചുട്ടെടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ചെറിയ സ്ലോവിൽ നമുക്ക് ആദ്യം അപ്പുറം മറിച്ചെടുക്കണം. എന്നിട്ട് വേണം തീ കൂട്ടാൻ. അപ്പോൾ ആദ്യം തന്നെ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ അപ്പുറം മറിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ തീ കൂട്ടി കൊടുക്കണം. അപ്പോഴാണ് നന്നായി അവിടെ സൈഡൊക്കെ നന്നായി അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് അത് പൊള്ളച്ച് വരും. അങ്ങനെ നന്നായി സൈഡൊക്കെ അമർത്തി കൊടുക്കണം. എങ്കിലാണ് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ ചപ്പാത്തി. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലാസ്റ്റ് നെയ്യ് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ലെയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലെയറായിട്ട് കണ്ടില്ലേ, നമുക്ക് 2 ലെയർ 3 ലെയറായിട്ട് നന്നായിട്ട് നൈസായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കണം എല്ലാവരും. എന്നിട്ട് അതിൻ്റെ കമൻ്റ് അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും. ബായ്.